ഹലോ ഗൈസ്, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ചയാണ് സിന്ധു കൃഷ്ണ അല്ലേ, ഓസിയുടെ ഒക്കെ അമ്മൂമ്മൻ്റെ വിഷയം. ഓസിയുടെ അമ്മൂമ്മ, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മ കേട്ടോ, ഓരോ വിഷയം നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് തൻവി സിന്ധു കൃഷ്ണയുടെ അനിയത്തിൻ്റെ മോളെ കാനഡയിൽ നിന്ന് വന്ന്, അപ്പം എന്തിനാണെന്ന് ചോദിച്ചു വന്നത്. അപ്പം അമ്മൂമ്മയെ നോക്കാനാന്ന് പറഞ്ഞ ആകെ ഒരു വിഷയമായിപ്പോയി. ഓരോ സെലിബ്രിറ്റികളല്ലേ, അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഇട്ട് അലക്കുമല്ലോ. ഏതായാലും നമുക്ക് ആ വീഡിയോ. എൻ്റെ മക്കൾ എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ, പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞല്ലേ, ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാലും അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. എനിക്കിന്നത് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്തായിട്ട് പറയാം, അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ
പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മുമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മുമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല. ആരെ ഭാഗമാണ് ശരി, ആരെ ഭാഗമാണ് തെറ്റ്? സ്വന്തം വയസ്സായ ആളുകൾ ഉണ്ടാവുമ്പം സ്വാഭാവികമായിട്ടും എന്താ അങ്ങനെ കുറേ എന്താ പറയുക ഓരോന്നിങ്ങനെ വിളിച്ച് പറയും ഒക്കെ ഉണ്ടാവും കേട്ടോ. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളുടെ സ്വഭാവമല്ലേ, വീട് വൃത്തികേടാക്കുക, അങ്ങനത്തെ പല ജാതി പരിപാടികളുണ്ടാവും. ഞാൻ മൈലാറ്റിട്ടുണ്ട് കേസ്, അതാണ്. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതിനെക്കുറിച്ചാണ്ട് പറയാന്നുള്ളതിനോട് ഞാൻ യോജിക്കണില്ല കേട്ടോ. പിന്നെ ആ അമ്മൻ്റെ ഭാഗ്യമായിരിക്കും എല്ലാവരും, കാരണം അത് വയസ്സായൊരു സ്ത്രീയാണ്. അപ്പോൾ ആ എന്തെങ്കിലുമൊക്കെ പിച്ചും പേരും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കാര്യമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അപ്പൂപ്പനെ നോക്കൂ അമ്മൂമ്മയെ നോക്കൂല എന്ന് പറയുന്നത് അത് ശരിയുള്ള കാര്യമാണോ? അതും ശരിയുള്ള കാര്യമല്ല. അപ്പം എന്താ പറയുക, അതിനുള്ള മറുപടിയൊക്കെ ആയിട്ട് എന്താ അമ്മൂസ്, അതായത് സിന്ധുകൃഷ്ണയുടെ ഓസിൻ്റെ ഒക്കെ ചേട്ടത്തിൻ്റെല്ലോ അഹാനല്ലേ, അഹാന കൃഷ്ണ ഒരു വന്നിരുന്നു കേട്ടോ. നല്ല മറുപടികളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തേനോ ഇതിപ്പം ആകെ വഷളായി. ഓല് വീട്ടിൽ ഒതുക്കേണ്ട കാര്യമായിരുന്നു, അത് ആകെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞ് ആകെ അങ്ങോട്ട് വഷളായി. ഏതായാലും മറ്റുള്ള യൂട്യൂബർമാർക്കൊരു കണ്ടൻറ്റിനുള്ള കാര്യമായി എന്നുള്ളതാണ് സത്യം. അതിപ്പം ഇനി ഓല് തമ്മിൽ ചർച്ച ചെയ്തിട്ട് ആ വിഷയം സോൾവ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നാട്ടുകാരൊക്കെ അറിഞ്ഞ ഒരു വിവാദമായും ചെയ്തു. എന്തായാലും ഞാൻ അങ്ങനെ കേട്ടപ്പോൾ വിചാരിച്ചിട്ടോ, ഇതൊക്കെ അങ്ങനെ കേട്ടപ്പം ആ സ്ത്രീ ഇങ്ങനത്തെ ഒക്കെ ഒരാളാണോ എന്നുള്ളത്. സ്വന്തം അമ്മയെക്കുറിച്ചല്ല ഇപ്പോൾ ഈ പറയണത്. എങ്ങനായാലും എന്തൊക്കെ ചെയ്താലും അമ്മൂമ്മ എങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ചെയ്തെന്ന് പറഞ്ഞാലും പെറ്റമ്മല്ലേ. വേറുള്ള അമ്മായിയമ്മ ഓരൊക്കെയാണെങ്കിൽ പിന്നെ പോട്ടയായിരിക്കും. ഇത് സ്വന്തം പെറ്റമ്മയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയൊക്കെ പറയാൻ കഴിയണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. സംഭവമാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം പിടിക്കുക ചീത്ത പറയുകയൊക്കെ ഉണ്ടാകാൻ മതി. അപ്പോൾ എല്ലാ വയസ്സായ ആൾക്കാരുടെ അടുത്തുണ്ടാവും, ഒന്നുമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലായിടത്തുള്ള അവസ്ഥ തന്നെ. പിന്നെ ക്ഷമിക്കുക, അങ്ങനെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അതിൻ്റെ ഒരു തീരുമാനമായി എന്നുള്ളതാണ്. ആകെ ഇങ്ങോട്ട് വെറിയായി പോയി. ഇനി എന്തായാലും ഇനിയിപ്പം ഒരാൾ ഒരു മറുപടി പറയും, അടുത്ത ആൾ അതിനുള്ള മറുപടി പറയും, മറ്റേ ആൾ അതിനുള്ള മറുപടി, അങ്ങോട്ടും എന്നുള്ള ഇങ്ങനെ എന്താ പറയുക, കണ്ടൻറ്റുകളായി മറ്റുള്ളവർക്ക്. ഏതായാലും ഇങ്ങനെ ഒന്നട് കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് വരുന്നുണ്ട്, ഒന്നങ്ങോട്ട് കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയുന്നോ, മറ്റുള്ള യൂട്യൂബർമാർക്കൊരു ആഘോഷമായി എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനത്തെ അവസ്ഥ ഒന്നും ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ ചിരിച്ച് പറയുന്നുണ്ടെങ്കിലും കേട്ടപ്പോൾ വിഷമമായിട്ടോ. ഇങ്ങനത്തെ അവസ്ഥ ഒന്നും ആർക്കും വരാതിരിക്കട്ടെ. മക്കൾ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞാൽ വല്ല ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറകൾക്ക് അങ്ങനെ തന്നെയാണ് ഓല് അപ്പം ഞാനൊക്കെ വിചാരിക്കില്ല ഇപ്പോഴത്തൊക്കെ ഇപ്പം എത്രയെങ്കിലും നോക്കുന്നുണ്ട്, നമുക്കൊക്കെ വയസ്സാകുമ്പോൾ ആരാറപ്പേ നോക്കാമെന്ന് ഞാൻ ചിന്തിച്ചു പോവാം. അപ്പം വരും തലമുറകൾ അങ്ങനെ ആയിരിക്കും. അവനിപ്പോൾ കുറ്റപ്പെടുത്താനും പറ്റും. ഇപ്പം ആർക്കും അവനവൻ്റെ കാര്യം നോക്കാനും ഇല്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെന്നുള്ള ചിന്ത, മനുഷ്യൻ സ്വാർത്ഥത കൂടിപ്പോയി. പിന്നെ ഇപ്പോൾ പറയാൻ പറ്റില്ല, ചീത്ത അറിയാൻ പറ്റില്ല, തല്ലാൻ പറ്റില്ല എന്നുള്ള കാലഘട്ടമായല്ലോ. സ്കൂളിലൊക്കെ പണ്ടെന്ന് വെച്ചാൽ എന്തിനോ ടീച്ചർമാർക്ക് തല്ലാനും ചീത്ത അറിയാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതങ്ങനെ 90s കിഡ്സൊക്കെ എന്തായിരുന്നു പറഞ്ഞാൽ അങ്ങനെ കേട്ടിക്കും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചീത്ത പറയലും തല്ലെല്ലാം ചെയ്ത് നോക്കിയാൽ അപ്പോൾ തിരിച്ച് മറുപടി ഇങ്ങോട്ട് പറയും. പിന്നെ ഒരു കേസായി. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇപ്പം ആൾക്കാർക്ക് പറ്റൂല. അപ്പം അതുപോലെ തന്നെയാണ് ഇതൊക്കെ. ഇപ്പം ഈ അമ്മൂമ്മൊക്കെ പറഞ്ഞ് വയസ്സായിട്ട് ഓരോന്ന് പറയായിരിക്കും. ഇപ്പോഴത്തെ തലമുറകൾക്ക് പറ്റൂല, അതാണ് പ്രശ്നം. പിന്നെ അപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളത് അമ്മൂമ്മക്കും കഴിയൂല, കാരണമായിട്ടുള്ള പ്രായത്തിൻ്റെതാണ്, വയസ്സായതല്ലേ, പോട്ടെ എന്നുള്ള വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരും. അല്ല അപ്പം എന്താ ചെയ്യാലേ. എന്തായാലും ആ അമ്മൂമ്മനെ എല്ലാവരും നോക്കട്ടെ എന്നുള്ളതാട്ടോ. പാവാണ്, എങ്ങനെയായാലും അമ്മയല്ലേ, പെറ്റമ്മല്ലേ. അതെ.